Assalamu alaikum, welcome to Max class. This is the fourth video for you. So we are studying now the chapter arithmetic sequences. What do you mean by arithmetic sequence or number sequence? We studied in the last class. What is that? A set of numbers which is written as first, second, third, fourth, etc. so on according to a particular rule is called arithmetic sequence or number sequence. Next, after that we done some exercises, 5 exercises we done. Then we moved to algebra of sequences. That also we studied how to do a sequence using algebra. That format also we studied. In the last class we used one sequence 5, 10, 15, 20, 25 etc. That sequence we used, and what we find one algebra for finding that sequence, that is xn is equal to 5n, isn't it? xn is equal to 5n എന്ന് പറയുന്ന ഒരു algebraic എക്സ്പ്രഷനിലോട്ട് നമ്മൾ കണ്ടെത്തിയായിരുന്നു. xn ഈസ് ഈക്വൽ ടു 5n. അത് 5 ഡിഫറൻസ് വരുന്നതായതുകൊണ്ടാണ് xn ഈസ് ഈക്വൽ ടു 5n എന്ന് പറഞ്ഞത്. ദെൻ today I am going to do another example. Next question is, what is the algebraic expression of the sequence 1, 4, 9, 16 etc. 1, 4, 9, 16 etc. എന്ന് പറയുന്ന ഈ ഒരു നമ്പർ സീക്വൻസിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക. ഇങ്ങനെ ഒരു സീക്വൻസ് പോവുകയാണെങ്കിൽ അതിൻ്റെ ഒരു എന്ത് ടേം എവിടെയായാലും അത് അവസാനിക്കുന്ന ഒരു ടേം കാണുമല്ലോ. ആ എന്ത് ടേമിൽ നമുക്കപ്പോൾ ഏത് നമ്പർ ആയിരിക്കും വി വോണ്ട് ടു ഫൈൻഡ് ദാറ്റ്. ഫോർ ദാറ്റ് ഐ എം റൈറ്റിംഗ് ഇറ്റ് ആസ് പൊസിഷൻ ആൻഡ് ടേം. പൊസിഷൻ ആൻഡ് ടേം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തുവാന്ന് പറഞ്ഞായിരുന്നു. പൊസിഷൻ ആൻഡ് ടേം ഐ എം ഗോയിങ് ടു റൈറ്റ്. പൊസിഷൻ, ഫസ്റ്റ് പൊസിഷനിൽ എന്താണ് വരുന്നത്? 1 ആണ് വരുന്നത് അല്ലേ? ഫസ്റ്റ് പൊസിഷനിൽ ഇവിടെ 1 ആണ് വരുന്നത്. ദാറ്റ് ഈസ് 1 ഇൻറ്റു ദാറ്റ് ഈ 1 ഇൻറ്റു 1 1. ദെൻ സെക്കൻഡ് പൊസിഷനിൽ നമുക്ക് കിട്ടേണ്ടത് 4 ആണ്. ഈ 2നെ എന്ത് ചെയ്താൽ 4 കിട്ടും? 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 4 കിട്ടും അല്ലേ? 2 ഇൻറ്റു 2. തേർഡ് ടേം വരുന്നത് 9 ആണ്. സോ തേർഡ് ടേം എന്ന് പറഞ്ഞാൽ 9 ആണ്. തേർഡ് ടേം കിട്ടണമെങ്കിൽ നമുക്ക് ഈ 3യെ എന്ത് ചെയ്താൽ 9 കിട്ടും? 3 3s are 9. ദെൻ ഫോർത്ത് പൊസിഷനിൽ വരുന്നത് 16 ആണ്. അപ്പോൾ 16 ഈ 4നെ എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് 15 കിട്ടുന്നത്? 4 ഇൻറ്റു 4 ആണ് 15. സോ ഓൺ. സോ ലുക്ക് അറ്റ് ദ സീക്വൻസ്. ദ പൊസിഷൻ്റെ ഇരട്ടി വരുമ്പോഴാണ് നമുക്ക് ഈ ടേം കിട്ടുന്നത് അല്ലേ? ഓരോ പൊസിഷൻ്റെയും ഇരട്ടിയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വി ആർ ഗെറ്റിംഗ് ദ ഡബിൾ ആസ് ടേം ഓഫ് ദാറ്റ് പൊസിഷൻ. സോ നമുക്ക് എന്ത് പറയാം? ഇതിൽ നിന്ന് നമുക്കൊരു ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം. ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഫോർ ദി xn ടേം. xn ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? n സ്ക്വയർ. അതായത് n ആണ് ഇത്. 1, 2, 3, 4 എക്സെട്ര n എന്ന് പറയുന്ന പൊസിഷൻ ആണെങ്കിൽ അതിൻ്റെ ടേം ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്ത് ടേം? xn ഈസ് ദ എന്ത് ടേം. എന്ത് ടേം ഈസ് ഈക്വൽ ടു n സ്ക്വയർ. ഈ ഇവിടെ വരുന്ന ആ പൊസിഷൻ്റെ സ്ക്വയർ എടുത്താൽ നമുക്ക് ആ ടേം കിട്ടും. സോ ഈ ഒരു ഇതാണ് നമുക്ക് എന്ത് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടിയ algebraic expression. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ ആണെന്ന് പറയാം. This is another example. Then we are moving to the activities, page number 15 on the textbook. ടെക്സ്റ്റ് ബുക്ക് ഉള്ളവർക്ക് അതിനകത്ത് നോക്കാം. പേജ് നമ്പർ 15, ആക്ടിവിറ്റീസ്, ക്വസ്റ്റ്യൻ നമ്പർ 1.
I am reading the question and I will write the answer on the board. Write the algebraic expression for each of the sequences below. താഴെ പറയുന്ന ഓരോ സീക്വൻസസിൻ്റെയും അതിൻ്റെ algebraic form കണ്ടുപിടിക്കണം. Okay. Write the algebraic expression for each of the sequences below. First question is sequence of odd numbers. Odd numbers in the sequence in the ഒരു algebraic expression കണ്ടുപിടിക്കണം. Next, sequence of natural numbers which leave remainder 1 on division by 3. Natural numbers 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ കിട്ടുന്ന എല്ലാ നമ്പർ സീക്വൻസിൻ്റെയും algebraic expression കണ്ടുപിടിക്കുക. Then sequence of natural numbers ending in 1. Natural numbers ending 1 വരുന്ന നമ്പേഴ്സിൻ്റെ നമ്പർ സീക്വൻസിൻ്റെ algebraic expression. Then we have to find the sequence of natural numbers ending in 1 or 6. 1 or 6 end ചെയ്യുന്ന natural numbers in the algebraic expressions we want to find. First we are going to find the sequence of odd numbers. Okay. First answer is sequence of odd numbers. How will you find the sequence? What are the sequence of odd numbers? Odd numbers in the sequence on the parna 1, next 3, next 5, 7, 9, etc. so on. ഇങ്ങനെയല്ലേ odd numbers in the sequence പോകുന്നത് 1, 3 odd numbers 1, 3, 5, 7, 9 so on. And then we want to find the position and term. The relation between the position and term of that sequence. So I wrote 2 columns. First one is position and next one is term. Then first position ൽ വരുന്നത് 1 ആണ്. ആ 1 എങ്ങനെ വരും? എങ്ങനെ നമുക്ക് പറയാം? ഈ 1, 3, 5, 7, 9 ഇങ്ങനെ പോകുന്ന ഈ ഒരു സീക്വൻസിൽ എത്ര ഡിഫറൻസ് വെച്ചിട്ടാണ് പോകുന്നത്? 1 കഴിഞ്ഞ് 1ൻ്റെ കൂടെ 2 കൂട്ടുമ്പോഴാണ് 3 കിട്ടുന്നത്. 3യുടെ കൂടെ we add 2 we get 5. Then we add 2 with 5 we get 7. Then we add 2 with 7 we get 9. So that 2 ഡിഫറൻസിലാണ് ഓരോ നമ്പറും ഈ സീക്വൻസിൽ പോകുന്നത്. So we can say that 1 ഫസ്റ്റ് പൊസിഷനിൽ 1 ആണ്. 1 ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 2 മൈനസ് 1 എന്നെഴുതാം. ഓക്കെ, അതായത് 2ൽ നിന്നും 1 ഇൻറ്റു ഈ പൊസിഷൻ ഇൻറ്റു 2 എന്ന് പറഞ്ഞ ഇവിടെ ഇടയ്ക്കുള്ള ഡിഫറൻസ്, ഈ പൊസിഷൻ ഇൻറ്റു ആ ഡിഫറൻസ് മൈനസ് 1 കിട്ടുമ്പോഴാണ് നമുക്ക് ഈ ടേം 1 കിട്ടുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് പൊസിഷനിൽ വരുന്നത് 3 ആണ്. ആ 3 നമുക്ക് എങ്ങനെ കിട്ടിയെന്ന് പറയാം? ഈ 2 ഇൻറ്റു ആ ഡിഫറൻസ്, 2 ഇൻറ്റു ആ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 അല്ലേ, എല്ലായിടത്തും 2 ആണ്. അപ്പോൾ 2 ഇൻറ്റു 2 എത്ര കിട്ടി? 4. ആ 4നെ 1 കൊണ്ട് മൈനസ് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ 3 കിട്ടിയെന്ന് പറയാം. ദെൻ നെക്സ്റ്റ് തേർഡ് പൊസിഷനിൽ വരുന്ന എന്തുവാണ്? ഇൻ തേർഡ് പൊസിഷൻ ഹിയർ ഈസ് 5. ഹൗ വിൽ യു ഗെറ്റ് 5? 3 into that difference 2, that we will get 6, and minus 1 we will get what? 5. So we got 5. Then coming to fourth position, in fourth position here is 1, 3, 5, 7 is here, 7. Then how will you get that 7? 7 is equal to this fourth position into 2 minus 1. 4 into 2, 8. 8 minus 1 is 7 and so on. ഇതുപോലെ പോകും. Okay. Then from this position and term we can conclude this by using an algebraic expression. എങ്ങനെയാ? നമുക്ക് ഏത് algebraic expression കൊടുക്കാം? ഇവിടെ എല്ലാം ഇതെല്ലാം എന്നുകളല്ലേ, എന്നാണ് ഇതെല്ലാം അല്ലേ? ആ എന്നിൻ്റെ കൂടെ നമ്മൾ ഇവിടെ എത്ര ഇൻറ്റു ചെയ്തിട്ട് 1 മൈനസ്, എല്ലായിടത്തും 2 ഇൻറ്റു ചെയ്ത് 1 മൈനസ് ചെയ്തു. എല്ലാ എന്നിൻ്റെ കൂടെയും 2 ഇൻറ്റു ചെയ്ത് 1 മൈനസ് ചെയ്തു. അപ്പോൾ ഇവിടുത്തെ ഓൾജിബ്രിക് എക്സ്പ്രഷനായിട്ട് നമുക്ക് എന്ത് പറയാം? എക്സ് എൻ. ഇതിൻ്റെ എന്ത് ടേം എങ്ങനെ കണ്ടുപിടിക്കുക? എക്സ് എൻ ഈസ് ഈക്വൽ ടു 2n മൈനസ് 1 എന്ന് പറഞ്ഞൂടെ?
2നെ ഈ n കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് അതിൽ നിന്നും 1 മൈനസ് ചെയ്യുന്നതാണ് എല്ലാ ടേമും കിട്ടുന്നത്. സോ വി ഗോട്ട് ദ സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്, ദ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഫോർ ദ സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ദെൻ വി ആർ മൂവിങ് ടു നെക്സ്റ്റ് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. ഇനി സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്ന ആ സീക്വൻസ് എങ്ങനെ എഴുതും? സീക്വൻസ് ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? നമ്മൾ ഇതിന് മുന്നിലത്തെ ഒരു പ്രോബ്ലത്തിൽ ചെയ്തായിരുന്നു. 1 വരും, 4 വരും, പിന്നെ 7. 7നെയൊക്കെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കേ. 7 ഡിവൈഡ് ബൈ 3 3 2s are 6, റിമൈൻഡർ 1 കിട്ടിയില്ലേ? അങ്ങനെ ഓരോ നമ്പറിനെ എടുക്കുമ്പോഴത്തേക്ക് കിട്ടും 1 4 7 10 13 so on. ഓക്കെ, ഈ ഒരു സീക്വൻസിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ദ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഫോർ ദ nth ടേം, അതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ആസ് യൂഷ്വൽ വി ആർ റൈറ്റിംഗ് പൊസിഷൻ ആൻഡ് ടേം. ഇൻ ദ ഫസ്റ്റ് പൊസിഷൻ ഹിയർ ഈസ് 1. ആ 1 നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? ഇതിൻ്റെ ഇടയ്ക്ക് ഡിഫറൻസ് ഉണ്ടല്ലോ. ആ 1 നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? ഇടയ്ക്ക് ഡിഫറൻസ് 3 ആണ്. 1 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 1, 3 ഇൻറ്റു 1 മൈനസ് 2 അല്ലേ? ആ പൊസിഷനെ, ഈ പൊസിഷനെ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഡിഫറൻസ് കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് അതിൽ നിന്നും എത്ര മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് 1 കിട്ടുന്നത്? 2 മൈനസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ 3 ഇൻറ്റു 1 മൈനസ് 2. ദെൻ കമ്മിങ് ടു നെക്സ്റ്റ് പൊസിഷൻ, ഹിയർ ദർ ഈസ് 4. സോ വി വോണ്ട് ടു മൾട്ടിപ്ലൈ 3 into this position 2 minus 2, അതായത് 6 minus 2 4 അല്ലേ കിട്ടുന്നത്. സോ വി ഗോട്ട് ദ സെക്കൻഡ് പൊസിഷൻ ഓൾസോ. ദെൻ മൂവിങ് ടു ദ തേർഡ് പൊസിഷൻ, ഹിയർ in the third position there is 7, isn't it? There is 7. How will you get 7? Using this 3 into 3 minus 2, that is 3 into 3 9 minus 2, we got 7. That also we got. Then moving to the fourth position, here in the fourth position there is 10. 10 is equal to 3 into 4 minus 2, that is 12 minus 2 is also 10. So we got a conclusion. What is that? Algebraic expression for the sequence. This sequence is what? Which algebraic expression you got? xn is equal to ഇവിടെ ഒരു 3യുടെ കൂടെയാണ് ഈ n നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ കോമൺ ആയിട്ട് 3 യൂസ് ചെയ്ത് 3nൽ നിന്നും പിന്നെ എന്താണ് നമ്മൾ മൈനസ് ചെയ്ത് 2. ഇൻ ഓൾ ദ ടേംസ് വി യൂസ്ഡ് ദാറ്റ് 3n മൈനസ് 2. എല്ലാ ടേമിലും നമ്മൾ എന്താണ് 3യുടെ കൂടെ ഈ പൊസിഷൻ ഇൻറ്റു ചെയ്ത് അതിൽ നിന്നും ഇതിന് ഇടയ്ക്ക് വരുന്ന അതിൽ നിന്നും 2 മൈനസ് ചെയ്ത് അല്ലേ? നമുക്ക് അന്നേരം എല്ലായിടത്തും അങ്ങനെ ചെയ്തപ്പോഴാണ് നമുക്ക് കിട്ടിയത്. അതിൽ നിന്നും നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ഇതിൻ്റെ xn nth ടേം എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? 3യിൽ നിന്നും ആ nth പൊസിഷൻ ഇൻറ്റു ചെയ്തിട്ട് അതിൽ നിന്നും 2 മൈനസ് ചെയ്യാമെന്ന്. സോ വി ഗോട്ട് ദ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഫോർ ദിസ് സീക്വൻസ് ഓൾസോ. നെക്സ്റ്റ് സബ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട്? So next 2 more sub questions you have. That questions we will do in the next video. Your class is over. Assalamu alaikum.